കുടിവെള്ള സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന നദീ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നദീയാത്ര സന്ദേശ ഇരുചക്ര വാഹന റാലി ദേവഗിരി കോളേജിൽ നിന്നും ആരംഭിച്ച് ബീച്ചിൽ സമാപിച്ചു. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നദീയാത്രയുടെ ഭാഗമായി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നദീയാത്ര സന്ദേശ ഇരുചക്ര വാഹന റാലി നടത്തി. ദേവഗിരി കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ ബോബി ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടനം നിർവഹിച്ചു. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് നദികളെ പൊതുവെ കേരളത്തിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മാറ്റം വരണം. കാരണം വെള്ളം അത്ര അമൂല്യമാണ്. ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേനും പെട്രോളിനേക്കാൾ വെള്ളത്തിന് വില വരും എന്ന് നമ്മൾ ഭയക്കുന്നു. ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ ആ സ്ഥിതിയിലേക്ക് എത്തി. മെക്സിക്കോ സിറ്റിയിൽ വെള്ളത്തിന്റെ വളരെ ഷോർട്ടേജ് ഉണ്ട്. കേരളവും അങ്ങോട്ട് എത്തുകയാണ്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ നല്ലൊരു കാര്യമാണ്. അതിന് മുൻകൈ എടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. സമാപന ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ അൽഫോൺസ മാത്യു റാലി അംഗങ്ങൾക്ക് നദീ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മുൻനിർത്തി സത്യപ്രതിജ്ഞ നൽകി. എന്റെയും ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ജലം അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ദേശീയ കൗൺസിൽ അംഗം ബേബി കിഴക്കേ ഭാഗം, കല്ലായിപ്പുഴ സംരക്ഷണ സമിതി ചെയർമാൻ TKA അസീസ്, P സുരേഷ് ബാബു, ഫാദർ ജോസ് പ്രകാശ്, അഡ്വക്കേറ്റ് P ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഭാരവാഹികളായ വോറ അബ്ദുള്ള, സിദ്ധാർത്ഥൻ, അനു തോമസ്, V ഷീന, ഷബീർ, പ്രതീഷ്, സുനിൽ, ഉണ്ണികുളം, സിസ്റ്റർ വിനീത, മുസ്തഫ, സുജിത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര പത്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഓർഗനൈസേഷൻ ഓഫ് സ്മാൾ ന്യൂസ് പേപ്പർ